സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷാണ്. സാർ സ്വാഗതം. നമസ്കാരം സാർ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ട്രംപ് അങ്കിള് വീണ്ടും ഫോം ആയിട്ടുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ഫോഴ്സ്ഡ് ലേബറിൻ്റെ പേരിലാണ് ഇപ്പോൾ തീരുവ പ്രഖ്യാപിച്ചേക്കുന്നത്. ഇന്ത്യയുടെ ജനറിക് മരുന്നുകൾക്ക് എതിരെ 2 വർഷത്തെ സാവകാശം തന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഭീകരമായ നികുതി നിർദ്ദേശമൊക്കെയാണ് വരുന്നത്. പ്രത്യക്ഷത്തിൽ നമ്മൾ ഒന്ന് ശാന്തമായി ഇരുന്നു എന്ന് ആശ്വസിച്ചതാണ്. പക്ഷേ ട്രംപ് തനിക്കോണം വീണ്ടും കാണിച്ചു. എന്തു പറയുന്നു? അല്ല, ഇത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം വീണ്ടും ഈ ട്രംപ് ഈ താരിഫ് സംഗതി എടുത്ത് പ്രയോഗിക്കും എന്നുള്ള സംഗതി. എനിക്ക് തോന്നുന്നു ട്രംപിന്റെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എണ്ണ അവരുടെ കയ്യിൽ ധാരാളം ആവശ്യത്തിലധികം ഉണ്ട്. അപ്പൊ എണ്ണ വില ഒരു 100-നും 115-നും ഇടയ്ക്ക് ഡോളറിൽ കൊണ്ട് നിർത്തുക. അതുകൊണ്ട് ഇപ്പൊ ഈ വെനിസുലയിൽ നിന്ന് നന്നായിട്ട് എണ്ണ കൊണ്ടുവരുന്നുണ്ട്. അപ്പോ അത് പരമാവധി ഉപയോഗിക്കുക. അങ്ങനെ അമേരിക്ക ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നേരിട്ട ആഭ്യന്തരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ തീരുവയിലൂടെ കൊണ്ടുവന്ന പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികമായ ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഇറാനുമായിട്ടുള്ള യുദ്ധവും അതേപോലെ തന്നെ ഇപ്പൊ ഈ തീരുവയും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ തീരുവയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഫ്രാൻസില് ഇപ്പൊ G7 മീറ്റിങ്ങിന് ചെന്ന സമയത്ത് അന്ന് ട്രംപ് പറയുകയുണ്ടായി, ഇന്ത്യയെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കയറി ഇന്ത്യയുടെ സഹായത്തിന് വരും, അത് മോദി ആയിരിക്കണം പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ് അവിടെ യഥാർത്ഥത്തില് ഇന്ത്യയുടെ ഏതോ ഒരു സമീപനം ഇന്ത്യയിൽ നിന്ന് ട്രംപ് പ്രതീക്ഷിച്ചിരുന്നുള്ള വളരെ വ്യക്തമാണ്. കാര്യം ആ ഒരു G7 മീറ്റിംഗിലെ ട്രംപിന്റെ സമീപനം മുഴുവൻ അത് തന്നെയായിരുന്നു. പക്ഷെ അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് തന്നെ സ്വീകരിച്ചു. അമേരിക്കയെ വെറുപ്പിക്കാനും പോയിട്ടില്ല. അതേ സമയത്ത് അവർ തമ്മിലുള്ള പഴയ സൗഹൃദത്തിലേക്കും തിരിച്ചു പോയില്ല. അപ്പൊ പ്രത്യേകിച്ച് വ്യത്യസ്തമായ ഒരു നിലപാട് അവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പൊ അതിനുശേഷം വന്നിരുന്ന മാറ്റങ്ങളാണെങ്കിൽ പോലും ഇന്ത്യ വളരെ പെട്ടെന്നാണ് ഈ പറഞ്ഞതുപോലെ പുതിയ പുതിയ കരാറുകളിലേക്കും പുതിയ രാജ്യങ്ങളുമായിട്ടുള്ള അലൈൻമെന്റിലേക്കും പോകുന്നത്. ഉദാഹരണത്തിന് പിന്നീടുണ്ടായ 5 യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പ്രധാനമന്ത്രി മോദി പോവുകയുണ്ടായി. അതേപോലെ തന്നെ ഇവിടെ സൈപ്രസിൽ പോയി. അതിനു മുമ്പാണ് സൈപ്രസിൽ പോയത്. അപ്പൊ ഇന്ത്യ അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഒരു ലോകക്രമത്തിന് ചുക്കാൻ പിടിക്കുന്നു, അല്ലെങ്കിൽ അതിന് പ്രധാനമായിട്ട് വഴിമരുന്നിടുന്നു എന്നുള്ള ഒരു ധാരണ വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. അത് ഈ കഴിഞ്ഞ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ പോലും ഈ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ അന്ന് ഒരിക്കൽ സംസാരിച്ചിട്ടുള്ളതാണ്. അതായത് ഈ ഡോളറിനെ കംപ്ലീറ്റ് ഒഴിവാക്കിക്കൊണ്ട് അതാത് രാജ്യങ്ങളുടെ ലോക്കൽ കറൻസി ഉപയോഗിച്ച് വ്യാപാരം നടത്തുക എന്നുള്ളത് ശക്തമാക്കാനായിട്ട് അതിന്റെ ഒരു ഔദ്യോഗിക ലോഞ്ചിലേക്ക് ഇപ്പൊ ഈ പോകുന്ന ഒരു സമയമാണ്. അത് പിന്നെ ഇറാനും റഷ്യയും അതേപോലെ തന്നെ ചൈനയും ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ഇപ്പൊ തന്നെ അത്യാവശ്യം ഈ ബ്രിഡ്ജ് വഴി വ്യാപാരം നടക്കുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ ശക്തമാക്കിയിട്ട് ഈ ബ്രിക്സ് രാജ്യങ്ങളിലെ തമ്മിലുള്ള ആ ഒരു ഇടപാടിലേക്കുമൊക്കെ ഈ ബ്രിഡ്ജിനെ കൊണ്ടുവന്നിട്ട് ഡോളറിനെ ഡീഡോളറൈസേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ട്രംപ് എപ്പോഴും ബ്രിക്സിന്റെ മേൽ ആരോപിച്ചിരുന്ന ഒരു ആരോപണമാണ് ഡീഡോളറൈസേഷൻ. അത് ശക്തമാക്കാനുള്ള ഒരു നീക്കം ഇവിടെ ഈ ബ്രിക്സ് രാജ്യങ്ങളും ഇപ്പൊ നമ്മുടെ ഇവിടെ ബ്രിക്സ് രാജ്യങ്ങളുടെ ഊർജ്ജ മന്ത്രിമാരുടെ സമ്മേളനത്തിലാണെങ്കിലും അതിന് തൊട്ടു മുമ്പ് നടന്ന വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിലും ഒക്കെ ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നതായിട്ട് ട്രംപ് കാണുന്നു. ഒരുപക്ഷെ അതിന്റെ കൂടെ പശ്ചാത്തലത്തിലായിരിക്കണം ഇറാനുമായിട്ടുള്ള വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കടക്കാനും. വീണ്ടും എണ്ണവില ഇപ്പൊ 100 കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ എണ്ണവില ഒരു 100-ന് മേൽ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ള അമേരിക്കയുടെ ഒരു വലിയ ലക്ഷ്യം ഇതിന്റെ പിന്നിൽ നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ ട്രംപ് ഒരു വശത്ത് താരിഫ് യുദ്ധം വീണ്ടും ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പം റഷ്യയിൽ നിന്നുള്ള ഇപ്പം ഈ നമ്മളുടെ ഇന്ധന ഇറക്കുമതി അത് എല്ലാ വേദികളിലും ഇത് വിഷയമാക്കുന്നുണ്ട്. അത് ഡോക്ടർ ജയശങ്കർ അത് വളരെ വ്യക്തമായിട്ട് വെളിവാക്കിയ സംഗതിയാണ്. കാരണം യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളാണെങ്കിലും
ഈവൻ പിന്നെ നാറ്റോ കൺട്രീസും എല്ലാം തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരമൊക്കെ സംഗതികൾ മറച്ചു പിടിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്നെ ഈ സമ്പദ് വ്യവസ്ഥയെ, ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ഒന്ന് തകിടം മറിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അതിനെ ഒന്ന് അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ഒരു സാമ്പത്തികമായ അവസ്ഥയിൽ തങ്ങൾ നേരിട്ട ഈ വരാൻ പോകുന്നത് ഈ നവംബറിൽ അവിടെ മിഡ് ടൈം വരാൻ പോവുകയാണ് അമേരിക്കയിൽ. അതിനു മുമ്പ് ട്രംപിന്റെ ഒരു ഇമേജിനെ റീക്യാപ്ചർ ചെയ്യാനുള്ള ഒരു തീവ്ര ശ്രമം നമ്മളിപ്പോ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞതുപോലെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകർന്ന സംഗതികളെ, ഇപ്പൊ വെനിസുലയിൽ നിന്നുള്ള എണ്ണയും, അമേരിക്കയുടെ ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ അവരാണ്. അപ്പൊ എണ്ണ വിലയിൽ $1 കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന അവരാണ്. അപ്പൊ നമ്മൾ ഈ ഇറാൻ വാർ തുടങ്ങിയതിന് ശേഷം, അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് വാർ തുടങ്ങിയതിന് ശേഷം ഈ വിദഗ്ധരൊക്കെ നടത്തുന്ന സ്റ്റഡീസിലെല്ലാം കാണുന്ന സംഗതി അതാണ്. എപ്പോഴാണോ എണ്ണ വില ഒരു $70 അടുത്തേക്ക് പോകുന്നത്, ആ സമയത്ത് ഒന്നുകിൽ ഒരു താരിഫ് യുദ്ധം ഉണ്ടാകും, അതല്ല സാറ് ഇപ്പൊ ഈ പറഞ്ഞു വെച്ചത് മുഴുവൻ ഇതിന്റെ പിന്നാമ്പുറത്ത് നടന്ന അണിയറ രാഷ്ട്രീയം അല്ലെങ്കിൽ അദൃശ്യമായി നടക്കുന്ന പരിപാടികളുടെ വാസ്തവമാണ് സാർ ഈ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഉണ്ടല്ലോ. നേരത്തെ തന്നെ അമേരിക്ക വലിയ രീതിയിലുള്ള താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ അമേരിക്കയിലെ വിപണിയിൽ അത് വലിയ ആഘാതം ഉണ്ടാകുകയും അവിടുത്തെ ജനങ്ങളിൽ ട്രംപിന്റെ മതിപ്പ് വല്ലാതെ ഇടിയുകയും ട്രംപ് തന്നെ ആ താരിഫ് പ്രഖ്യാപിച്ച താരിഫിൽ നിന്ന് പിന്നോക്കം പോകാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ വീണ്ടും ഈ താരിഫ് പ്രഖ്യാപിക്കുന്നതിലൂടെ ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ട്രംപ്, എനിക്ക് തോന്നുന്നു അമേരിക്കൻ ജനതയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ നാട്ടിലേക്ക് ഈ ശവമഞ്ചങ്ങൾ വരുന്നതാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യാഘാതം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കുള്ളിൽ നിരവധി ഈ ശവപ്പെട്ടികളാണ് അമേരിക്കയിലേക്ക് എത്തിയിരിക്കുന്നത്. വിശേഷിച്ചും ഈ കുവൈറ്റിലും ബഹ്റൈനിലും ഒക്കെ ഉണ്ടായിരുന്ന US ബേസിലേക്ക് ഒട്ടനവധി അമേരിക്കൻ പിന്നെ ഭടന്മാർ മരിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയുന്ന സംഗതി. അപ്പൊ ഇത്തരമുള്ള ഒരു സംഗതികളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാനോ, അതല്ലെങ്കിൽ ആഭ്യന്തരമായിട്ട് അതാണ് ഈ ട്രംപിന്റെ ഒരു ഭ്രാന്തൻ നടപടികളെ നമുക്ക് ഒരിക്കലും ഒരു സാധാരണ വിലയിരുത്തലുകളിലൂടെ തിരിച്ചറിയാൻ പറ്റത്തില്ല. കാര്യം അയാൾ അടുത്ത നിമിഷം എന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോ ഇന്ത്യയെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓടി ഇന്ത്യയുടെ സഹായത്തിന് എത്തുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു മാസമായിട്ടില്ല, അല്ലെ 1 മാസം കഴിയുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഈ സംഗതി എടുക്കുന്നു. അപ്പൊ ഇത്രയും ഈ ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു നേതാവിനെ ആരും കണ്ടിട്ടില്ല, വിശേഷിച്ചും അമേരിക്കയിൽ. അപ്പൊ ഈ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് ഇനിയും അത് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഒറ്റ കാര്യമുള്ളൂ, അയാൾ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു സംഗതിയുണ്ട്, ഐ ആം പ്രൈമറിലി എ ബിസിനസ് മാൻ എന്ന് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളിൽ പോലും അദ്ദേഹം പറയാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വലിയ സാമ്രാജ്യമാണ് ഇദ്ദേഹത്തിന്റെ മകന്റെയും മരുമകന്റെയും കുടുംബത്തിന്റെയും ഒക്കെ ഈ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യം ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. അല്ല സാർ, ഇതില് ഈ കച്ചവടം തന്നെയാണ് ബേസിക് എന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകാത്ത ഒരു സംഗതി, ഒരു ലോജിക്കൽ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾക്ക്, പ്രത്യേകിച്ച് ജനറിക് മരുന്നുകൾക്ക് 2 വർഷത്തിന് ശേഷം 100%, അതിനുശേഷം 200% താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് പറയുന്നത്. 2 വർഷത്തേക്ക് ആശ്വാസം ഇടവേള നൽകുന്നുമുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, ട്രംപ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന പോളിസിയിൽ ഈ നമ്മുടെ തേർഡ് വേൾഡിൽ ഉള്ള അല്ലെങ്കിൽ വികസ്വര രാഷ്ട്രങ്ങളിലുള്ള നിർമ്മാണശാലകളെ മുഴുവൻ അമേരിക്കയിലോട്ട് പറിച്ചു നടുക, അങ്ങനെ അമേരിക്ക വികസിപ്പിക്കുക എന്നുള്ളതാണ് അജണ്ട. കേൾക്കാൻ രസമൊക്കെ ഉണ്ട്, പക്ഷെ അതത്ര പോസിബിൾ അല്ലല്ലോ. നമ്മുടെ ഇവിടുത്തെ ചീപ്പ് ലേബറും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ആയിരിക്കില്ലല്ലോ അമേരിക്കയിൽ. അപ്പൊ ഇത് മനസ്സിലാക്കാതെയാണോ ഈ താരിഫ് യുദ്ധമൊക്കെ പ്രഖ്യാപിക്കുന്നത്? അല്ല, അത് ഈ ഫസ്റ്റ് അമേരിക്ക എന്ന് പറയുന്ന ഒരു വൈകാരികത ജനിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ അമേരിക്കൻ വികാരത്തെ ഉണർത്തുക എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോ ഈ H1 വിസ മനസ്സിലായി. ആ വിസയുടെ കാര്യത്തിൽ പോലും ഇപ്പൊ അവർക്ക് അമേരിക്കൻ കമ്പനികളിൽ നിന്നും വളരെയധികം സമ്മർദ്ദമാണ് ട്രംപിന് നേരിടുന്നത്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ നേരത്തെ ഇപ്പം പ്രേംലാൽ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ ചീപ്പ് ലേബറും മാത്രമല്ല പ്രശ്നം, ഈ നോഹോ വലിയ പ്രശ്നമാണ്. ഇപ്പൊ അമേരിക്കൻ ജനത ഇപ്പൊ അവർക്കൊരു ഫാക്ടറിയോ എന്തെങ്കിലും ഒരു സംഗതി യൂണിറ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ സിറ്റിസൺസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 20% ആണ് അവർക്ക് കിട്ടുക, എക്സ്പേർട്ട് ഹാൻഡ്സ്. ഇപ്പം അതുകൊണ്ടാണ് ഈ സിലിക്കോൺ വാലിയെ കണ്ടില്ലേ, അവിടുത്തെ എഞ്ചിനീയേഴ്സിനെയും ഡോക്ടേഴ്സിനെയും എടുത്ത് നോക്കുക, മെജോറിറ്റി ഇന്ത്യൻസ് ആണ്.
അപ്പം എക്സ്പെർട്ടൈസ് വേണ്ട മേഖലകളിലെല്ലാം തന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻസും അതേപോലെ വിദേശ രാജ്യങ്ങളിലുള്ളവരുമാണ്. അല്ല സാർ, ഇത് വളരെ ഞാൻ കുറവാണ്. പറഞ്ഞത് ഫാക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ആപ്പിൾ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വലിയ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിന് ഐഫോൺ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന അമേരിക്കയിലാണ്. പക്ഷേ അവിടെ $100 വിൽക്കപ്പെടുന്ന ഐഫോൺ അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്താണെങ്കിൽ $300 ആകുമെന്നുള്ള ഫാക്ട് ട്രംപിന്റെ മുമ്പിലുണ്ട്. അതവർ ബോധ്യപ്പെടുത്തിയ കേസുമാണ്. എന്നിട്ടാണ് ഈ രീതിയിൽ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഒരു കാരണവശാലും ഈ കൊണ്ടുപോകുന്നുണ്ട് ഐഫോൺ. ഇന്ത്യയിൽ ഇപ്പം വേറൊരു പ്രധാനപ്പെട്ട ഒരു സെന്ററാണ് ഇന്ത്യയും ഐഫോണിന്റെ. അപ്പൊ ഈ ഒരിക്കലും അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരിക്കലും അവർക്ക് അമേരിക്കൻ ജനതയ്ക്ക് ഇന്ന് അവര് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ $100 വിൽക്കപ്പെടുന്ന ഒരു ഐഫോൺ അമേരിക്കയിൽ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ $300 കൊടുക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. കാരണം എന്ന് വെച്ചാല് ഇപ്പം പണ്ട് നമ്മൾ പറയുമായിരുന്നു, ഈ അമേരിക്കയിൽ നിന്ന് ഈ കമ്പനികൾ ചൈനയിലേക്ക് പോകുമ്പോൾ പറഞ്ഞിരുന്ന ഒരു വലിയൊരു തമാശ ഉണ്ടായിരുന്നു. അതായത് ഒരു റെയ്നോൾഡ് പേനയ്ക്ക് അമേരിക്കയിൽ കൊടുക്കുന്ന വിലയാണ് ഒരു ദിവസം ഒരു ചൈനയിലെ ഒരു തൊഴിലാളി കൊടുക്കുന്നത്. അതായത് ഈ 2000 തുടക്കത്തിലേക്ക് വളരെ കറക്റ്റ് ആയിരുന്നു സാധനം. ഒരു റെയ്നോൾഡ് പേനയ്ക്ക് അമേരിക്കയിലുള്ള വിലയാണ് ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം ചൈനയിൽ 8 മണിക്കൂറോ 9 മണിക്കൂറോ ജോലി ചെയ്താൽ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ട്രംപിന്റെ ഈ അമേരിക്ക ഫസ്റ്റ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഒറ്റ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നതുമില്ല, അത് അസാധ്യവുമാണ്. അതിന് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വളരെ ഉയർന്ന വേതന സംവിധാനം. രണ്ട്, അവരുടെ കയ്യിലുള്ള ടെക്നോളജി അല്ലെങ്കിൽ നോഹവിന്റെ അമേരിക്കൻ സിറ്റിസന്റെ കയ്യിലുള്ള അതിന്റെ അഭാവം. അപ്പൊ ഇപ്പൊ ഇന്നത്തെ അവസ്ഥയിലാണ്. ഇപ്പൊ നോക്കൂ, ഇപ്പോ ചാറ്റ് ജിപിടിയുടെ ചീഫ് ടെക്നിക്കൽ ഓഫീസറായിട്ട് നിയമിച്ചിരിക്കുന്ന ആരാണ്? ഹൈദരാബാദുകാരൻ രുദ്രരാജുവിനെയാണ്. ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ്, 2 ആഴ്ച ആയിട്ടില്ലെന്ന് തോന്നുന്നു. അതേപോലെ ഗൂഗിളിന്റെ എടുത്ത് നോക്കിയാൽ, അതുപോലെ ആപ്പിളിന്റെ എടുത്ത് നോക്കിയാൽ, ഇങ്ങനെയുള്ള എല്ലാ ടെക്നോളജി ഫേംസിനെയും നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാം ഇന്ത്യൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് ഒരിക്കലും അവിടുത്തെ ഈ എഞ്ചിനീയേഴ്സിന്റെ വിഭാഗത്തിലാണെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻസ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ട്രംപിന്റെ ഈ ഒരു അമേരിക്ക ഫസ്റ്റ്, അമേരിക്കയിലേക്ക് ഇൻഡസ്ട്രീസിനെ കൊണ്ടുവരിക, അതല്ലെങ്കിൽ പണ്ട് ഈ ജനറൽ മോട്ടോഴ്സിന്റെ കാലത്തിലേക്ക് അമേരിക്കയുടെ വ്യാവസായിക അന്തരീക്ഷം കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നതൊക്കെ ട്രംപിന്റെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. മാത്രവുമല്ല, ഇപ്പൊ അമേരിക്കയിൽ നിന്ന് ഏറ്റവും വലിയൊരു പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഡേറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്നതിനെതിരെയാണ്. അതും ഇപ്പൊ അമേരിക്ക വലിയൊരു വിഷയം നേരിടുകയാണ്. കാരണം ഡേറ്റാ സെന്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഭീഷണിയാണത്. കാര്യം അത് ഈ ഗൂഗിളിന്റെയും ആണെങ്കിലും ചാറ്റ് ജിപിടിയുടെ ഒക്കെ ആണെങ്കിലും ഇപ്പൊ ഹൈദരാബാദിലേക്കൊക്കെ വരുന്നത് ഇതിന് ഭീമമായ ജലം ആവശ്യമുള്ള സംവിധാനമാണ് ഈ എഐയുടെ ഡേറ്റാ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെതിരെയും അവിടെ ആഭ്യന്തരമായിട്ട് അമേരിക്കയിൽ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അവിടെ ഇപ്പൊ ഈ മാറി മാറി വരുന്ന ക്ലൈമറ്റിക്കലായിട്ടുണ്ടാകുന്ന വിഷയങ്ങൾ ഇപ്പോഴും അമേരിക്കയും ഇപ്പൊ ന്യൂയോർക്കും വാഷിങ്ടണും ഒക്കെ വെള്ളത്തിലായി എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു പല പല പ്രശ്നങ്ങളാണ് ഇപ്പൊ അമേരിക്ക നേരിടുന്നത്. അതൊന്നും തന്നെ ട്രംപിന് ടാക്കിൾ ചെയ്യാൻ പറ്റാത്ത, അഭിമുഖീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പുള്ളി നിൽക്കുന്നത്. ഇപ്പൊ തന്നെ ഇറാൻ വാറിലേക്ക് നോക്കുക. ഇറാനിലെ അവിടെ കരാർ ഉണ്ടാക്കിയതിനു ശേഷം വീണ്ടും ഇറാന് കയറി അടിച്ചു. ഇപ്പൊ എന്താണ് പ്രശ്നം? ഇപ്പൊ വീണ്ടും ബാക്ക് ഡോറിലൂടെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു സമാധാന കരാറിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഖത്തറും പിന്മാറി, പാകിസ്ഥാനും പിന്മാറി. അവസാനം അദ്ദേഹം ചെയ്ത പരിപാടി ഇറാഖിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ അലി സൈദിയെ അമേരിക്കയിലേക്ക് വിളിച്ചു, ഒരു കത്തൊക്കെ എഴുതി തയ്യാറായി കൊടുത്ത് ഇറാനിലേക്ക് പറഞ്ഞയച്ചു. കഴിഞ്ഞ ജൂൺ 23 അദ്ദേഹം ഇറാനിൽ വന്നു. ഇറാൻ പറഞ്ഞു, നിങ്ങൾ വന്നോളൂ, വലിയ സന്തോഷമുള്ള കാര്യമാണ്, പക്ഷെ ട്രംപിന്റെ കാര്യമൊന്നും മിണ്ടേണ്ട ആവശ്യമില്ല, എന്ത് നിർദ്ദേശം ഉണ്ടെങ്കിലും കൈവച്ചോളം പറഞ്ഞ് തിരിച്ചയച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ ഭ്രാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ ട്രംപ് ലോക സമ്പദ് വ്യവസ്ഥയും ഇന്നത്തെ ഈ ഭൗമ രാഷ്ട്രീയത്തെയും എല്ലാം എന്താ പറയുക സ്വാധീനിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ ജനതയുടെ ജീവിതം ബുദ്ധിമുട്ടിലാവുന്നു. ഇപ്പൊ തന്നെ ഈ ടാരിഫിന്റെ അവസ്ഥ വരുമ്പോഴത്തേക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നോക്കുക. അത് നമ്മൾ ഒരിക്കൽ നേരിട്ടതാണ്. പക്ഷെ ആദ്യം ഉണ്ടായതുപോലെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനി വീണ്ടും ഒരു 6 മാസം കൂടെ നമുക്ക് കടന്നു പോയി കഴിഞ്ഞാൽ കുറെ കരാർ, ഇപ്പം ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് വിവിധ രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരുവിധം നമ്മൾ ഈ ഒരു, എന്നാൽ പോലും നമുക്ക് അമേരിക്കയുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു കച്ചവടത്തിന്റെ ആ
കയറ്റുമതിയുടെ തോതിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്ന് സംശയമാണ്. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സജീവമായിട്ട്. അതെ അതെ ഒരു മാറ്റമല്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുരോഗമിക്കുകയാണെന്നാണ് നമ്മൾക്ക് അറിയുന്ന റിപ്പോർട്ട്സ്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ ചർച്ചകളൊക്കെ പുരോഗമിക്കുകയും അത് ശുഭാപ്തി വിശ്വാസത്തോടെ രണ്ട് രാജ്യങ്ങൾ മുമ്പോട്ട് പോവുകയും ആ സമയത്താണ് വീണ്ടും ഈ താരിഫ് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ പിന്നിൽ നമുക്ക് എന്താണെന്ന് ഒരു മാനദണ്ഡങ്ങൾ വെച്ച് നമുക്ക് കാണാൻ പറ്റത്തില്ല. മറിച്ച് ഈ ട്രംപിന്റെ ഒരു ഭ്രാന്തൻ ആശയങ്ങളെന്നല്ല ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം അത് എവിടെ എടുത്ത് നോക്കി കഴിഞ്ഞാലും അതാണ് ഇപ്പൊ നമ്മൾ ഇറാനിലും കാണുന്നത്. ഇപ്പൊ ഇറാനാണെങ്കിൽ വളരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇനി യുദ്ധം കടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ചില അവസ്ഥകളിലേക്കും നീങ്ങുന്നിരിക്കാം. കാര്യം വളരെ കഠിനമായ ആക്രമണമാണ് ഇറാനിൽ ഇപ്പോൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇറാൻ ഇപ്പോഴും അവരുടെ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് ഞങ്ങൾ ഇന്നത് ചെയ്യും 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 എന്ന് പറഞ്ഞിട്ടാണ് ഓരോരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്നലെ ഇറക്കിയിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന് കടുത്ത വില നൽകേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള ഒരു സൂചന എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ആണവായുധം പോലും ഉണ്ടോ എന്ന് സംശയിക്കാവുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ലോകക്രമത്തെ കൊണ്ട് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഒരു യഥാർത്ഥത്തിലൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ അന്തരീക്ഷത്തിൽ തട്ടിക്കളിക്കുകയാണ്. പക്ഷെ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ എന്നാൽ പോലും ഓരോ രാജ്യങ്ങളും വളരെ വ്യക്തമായ നിലപാടുകൾ എടുത്ത് നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അപ്പൊ ഇന്ത്യയാണെങ്കിൽ ഈ എല്ലാ രാജ്യങ്ങളോടും ഒരേപോലെ ഇടപെടുന്നുണ്ട്. വ്യാപാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ചർച്ചയുടെ കാര്യത്തിലാണെങ്കിലും നയതന്ത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും. അതേപോലെ ഇപ്പൊ റഷ്യയും അത് തന്നെയാണ്. എന്നാൽ റഷ്യ ഇറാന്റെ പിന്നിലുണ്ട് തന്നെ, ചൈന ഇറാന്റെ പിന്നിലുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു അന്തരീക്ഷത്തിലാണ് ലോകക്രമം നിൽക്കുന്നത്. അതേപോലെ തന്നെ യുക്രൈനിലും റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധം അതിപ്പം വളരെ തീവ്രമായ ഒരു അവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നു. അപ്പൊ ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ലോകമഹായുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷത്തെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതിലേക്ക് നീങ്ങും എന്ന് കാണാൻ കഴിയാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പുതിയ നയമാണ് ഈ പുതിയ ജിയോ പൊളിറ്റിക്സിൽ, ഈ ഭൗമ രാഷ്ട്രീയത്തിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഒരു പക്ഷേങ്കിൽ ഈ ഒരു ലോകമഹായുദ്ധം എന്ന ആ പഴയ നമുക്ക് പരിചയമുള്ള ഒരവസ്ഥയിലേക്ക് ഈ സംഗതികൾ നീങ്ങാത്തതെന്ന് വേണം കരുതാനായിട്ട്. ശരി ശരി. ഇപ്പൊ എന്തായാലും ട്രംപിന്റെ നമുക്ക് ഒരിക്കലും ഒരു നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ സമീപിക്കുന്ന കാഴ്ചപ്പാട് കൊണ്ട് സമീപിക്കാൻ പറ്റത്തില്ല. കാര്യം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ എന്താണ് ട്രംപ് എടുക്കാൻ പോകുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഓന്തൊക്കെ രാജിവെച്ചെന്നാ കേട്ടത്. ഓന്ത് രാജിവെച്ച് പോയെന്നൊക്കെ കേട്ടു. അല്ല, ഓന്തിന് പോലും നാണക്കേടാണ്. ഏതായാലും നന്ദി സാർ, നന്ദി.